പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ വീഡിയോ കാണാനെത്തിയിൽ വളരെയധികം സന്തോഷം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഹരണത്തെ സംബന്ധിച്ചാണ്. എന്തിനാണ് ഹരണത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് വളരെ ദുഃഖകരമായ ചില അനുഭവങ്ങൾ എനിക്കുണ്ടായി. എന്താണെന്ന് വെച്ചാൽ, ഒരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുറച്ച് കുട്ടികൾ ഈ വെക്കേഷൻ സമയത്ത് എൻ്റെ അടുത്തേക്ക് കുറേ കണക്കിൻ്റെ ബേസ് മനസ്സിലാക്കാനായിട്ട് വന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഹരണത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. അത് ഭൂരിഭാഗം പേർക്കും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. ഒരു 75-80% പേർക്കും കുട്ടികൾക്ക് എന്തിനാണ് ഹരണം, എന്തുദ്ദേശത്തിലാണ് ഹരണം എന്നുള്ളത് അറിഞ്ഞുകൂടാ. അവർ ഹരണം എന്ന് ബൈ ഹാർട്ട് പഠിച്ചു പോരുന്നു. ഇത് സ്കൂൾ വിദ്യാർത്ഥികളുടെ കാര്യം മാത്രമല്ല, ഇത് ഇപ്പോൾ SLC പാസ്സായി, +2 പാസ്സായി, ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ചില കുട്ടികൾക്ക് പോലും ഇത് അറിയുന്നില്ല. ഒരു വിധം ബുദ്ധിയുള്ള, ശരാശരിയിലേക്ക് അല്പം ഉയർന്ന ബുദ്ധിയുള്ള കുട്ടികളുടെ കാര്യം ഞാൻ ഈ പറയണത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കൊല്ലം എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ +2 ഒക്കെ പാസ്സായി ഡിപ്ലോമയ്ക്ക് ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ കാൽക്കുലസിൻ്റെ കുറച്ച് സംശയം ചോദിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ കണക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അവർക്ക് ഹരണം ശരിക്ക് മനസ്സിലായിട്ടില്ലെന്ന് സംശയം തോന്നി. ഞാൻ അവരോട് 2 കണക്ക് കൊടുത്തു. ഒന്നാമത്തെ കണക്ക് ഇതായിരുന്നു: 10 പേനയ്ക്ക് അതായത് 10 പേന വാങ്ങിച്ചു, അതിന് 50 രൂപ എനിക്ക് കൊടുക്കേണ്ടി വന്നെങ്കിൽ ഒരു പേനയ്ക്ക് എന്ത് വരുന്നു എന്നാണ് ചോദിച്ചത്. അവരോടാണ് ഉത്തരം പറഞ്ഞ് 5 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി, അതറിയാം, അത് അവർക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ വേറെ കണക്കെടുത്ത് കൊടുത്തു. ഒരു ഗോൾഡ് സ്മിത്ത് തട്ടാൻ 50-60 സ്വർണ്ണകോളം ഉണ്ടാക്കി 30 ഗ്രാം ഉരിച്ചിട്ട് മണിമാല ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്രാമിന് ഒരു മണിക്ക് എത്ര ഗ്രാം വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഉടനെ 2 ഗ്രാം എന്ന് പറഞ്ഞു ഹരണം. അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 60-നെ 30 കൊണ്ട് ഹരിച്ച് ഉത്തരം കണ്ടെത്തി. അപ്പോൾ എന്തായാലും ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹരിക്കുക എന്ന് പറയുമ്പോൾ വലിയ സംഖ്യേനെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്നൊരു കാര്യം ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഹരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായില്ല. ഈ നിലയിലാണ് ഭൂരിഭാഗം ഇന്നത്തെ വിദ്യാർത്ഥികൾ. വെറുതെ അല്ല നമ്മുടെ ദേശീയ ശരാശരിയിലും ഗണിതത്തിലും നമ്മൾ പുറകിലായിരുന്നു കേരളീയർ. എന്താ കാരണം വെച്ചാൽ ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സഹായിക്കുക എന്നല്ലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നതും. അത്തരം കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് നടത്തുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇപ്പോൾ 12-നെ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതെല്ലാവർക്കും അറിയാം. 12-നെ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 12-ൽ എത്ര 3 ഉണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ അതായത് 12 ÷ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 12-ൽ എത്ര 3 ഉണ്ടെന്നാണ്. ഈ അർത്ഥം എല്ലാവർക്കും അറിയാം, നമുക്കറിയാം. അഥവാ 12-ൽ നിന്ന് 3 എത്ര പ്രാവശ്യം എടുക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മിക്കവാറും കുട്ടികൾക്കറിയാം. എന്നാൽ കുട്ടികൾക്കറിയാത്തത് 12-ൻ്റെ 3-ലൊരു ഭാഗം കാണാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പലർക്കും അറിയില്ല. 12-ൻ്റെ 3-ലൊരു ഭാഗം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതാണ് ഇക്കാര്യം എനിക്ക് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്തേക്ക് മനസ്സിലായിരുന്നില്ല. 3-ലൊരു ഭാഗം കാണാൻ 3 കൊണ്ട് ഹരിച്ചാൽ മതി എന്നുള്ളത്. ഞാനിത് പഠിച്ചത് നിരക്ഷരരായ ലേഡീസിൻ്റെ കയ്യിൽ നിന്നാണ്. ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3-ലൊന്ന് കാണാനോ 4-ലൊന്ന് കാണാനോ 5-ലൊന്ന് കാണാനോ എന്ത് ചെയ്യണം എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ കഥ പറയാം. അപ്പോൾ ഇത് 10-50 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര പട്ടിണിയും
കൊള്ളക്കാരാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ കുറേ സ്ത്രീകൾ, പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകൾ ഇങ്ങനെ പണിക്ക് വരാറുണ്ട്. വീട്ടു ജോലികൾ, വൈക്കോൽ ഉണക്കുക, അങ്ങനത്തെയൊക്കെ. ഇന്നൊന്നും വൈക്കോൽ തല്ലലും ഉണക്കലൊന്നും ഇല്ല. അന്ന് വൈക്കോൽ തല്ലി ഉണക്കി തരാനായിട്ട് 2-3 പെണ്ണുങ്ങൾ വന്നു. അപ്പോൾ അവർ ഭയങ്കര ദരിദ്രരായ സ്ത്രീകളാണ്. അവർ അതുപോലെ സ്കൂളിലൊന്നും പോയിട്ടില്ല, എണ്ണാനും പിടിക്കാനൊന്നും അറിയില്ല അവർക്ക്. ഒരു 10-11 മണി നേരം വരെ ഒരു വൈക്കോലൊക്കെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മമ്മ അവർക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായയും, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അന്ന് ധാരാളം മാമ്പഴമുണ്ട്, കുറേ മാവുണ്ട്, അങ്ങനെ കുറേ മാമ്പഴം കിട്ടും. അപ്പോൾ നമ്മളൊരു കള്ളാസിൽ പൊതിഞ്ഞ് കുറച്ച് മാമ്പഴം അവർ കൊണ്ടു കൊടുത്തു, ഞങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞിട്ട്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ കഴിക്കണില്ല, അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിള്ളേർക്കും കൂടി കൊടുത്ത് കഴിക്കാം, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടാൻ ചോദിച്ചു. അപ്പോൾ അതിനിപ്പോൾ എന്ത് വിരോധം, നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ കൊടുത്ത മാമ്പഴം പങ്കിട്ടെടുത്തു. അതെനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഈ എണ്ണാനും ഒന്നും അറിയാത്ത, ഹരിക്കാനും എണ്ണാനും ഒന്നും അറിയാത്ത ഈ സ്ത്രീകൾ എങ്ങനെ ഇത് ഭാഗിച്ചെടുക്കുമെന്ന് കൗതുകത്തോടെ നോക്കി. അപ്പോൾ കള്ളാസിൽ പൊതിഞ്ഞിട്ടാണ് മാമ്പഴം കൊടുത്തുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എത്ര എണ്ണം കൊടുത്തു എന്ന്. അതുകൊണ്ട് ഇതെങ്ങനെ അവർ പങ്കിട്ടെടുക്കുമെന്ന് ഞാൻ നോക്കി. അവരെന്താ വെച്ചാൽ 3 പ്ലേറ്റ് അവർ മുമ്പിൽ വെച്ചു. ആദ്യം ഒരു 3 മാമ്പഴം എടുത്തു, ഓരോ പ്ലേറ്റിലും ഓരോന്ന് വെച്ചു. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. എങ്ങനെയാണത് വീഴ്ചയെടുത്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ 3 പ്ലേറ്റ് എടുത്ത് അവരെ മുമ്പിൽ വെച്ചു. എന്നിട്ട് അവർ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ 3 മാമ്പഴം എടുത്ത് ഓരോ പ്ലേറ്റിലും ഓരോന്ന് വെച്ചു. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ മാമ്പഴം ഇല്ലാത്ത കാരണം ഞാൻ തക്കാളി ഉപയോഗിച്ച് കാണിച്ചു തരാം. ആദ്യത്തെ പ്ലേറ്റിൽ ഒരെണ്ണം വെച്ചു, രണ്ടാമത്തെ പ്ലേറ്റിൽ വെച്ചു, മൂന്നാമത്തെ പ്ലേറ്റിൽ ഒരു വെച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു പ്ലേറ്റിൽ എത്ര എണ്ണം വന്നു. ഒരു പ്ലേറ്റ് വെച്ചാൽ ഒരു ഭാഗമാണ് അത്. ഒരു ഭാഗത്തിൽ എത്ര വന്നു? ഒരെണ്ണം. അപ്പോൾ 3 പ്ലേറ്റിൽ 3 എണ്ണം കഴിഞ്ഞു. ഓരോ പ്ലേറ്റിലും 3 എണ്ണം വന്ന് 3 എണ്ണം കഴിഞ്ഞു. അപ്പോൾ ഒരു 3 ഉണ്ടെങ്കിൽ ഒരു ഭാഗത്തിൽ എത്രയാണ് വരിക? നിങ്ങൾക്ക് കണ്ണ് നോക്കി അറിയാം എത്രയാണ് വരിക? ഒരെണ്ണം വരിക. അപ്പോൾ ഒരു ഭാഗത്തിൽ ഒരെണ്ണം വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരെണ്ണം കിട്ടണമെങ്കിൽ 3 എണ്ണം വേണം. ഇനി അടുത്തായിട്ട് അവർ നോക്കി ബാലൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ അവർ കണ്ടു ബാലൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും അവരൊരു 3 ഈ മാമ്പഴം എടുത്ത് ഓരോന്ന് വെച്ചു. അതിന് പകരം ഞാൻ തക്കാളി ഓരോന്നും കൂടി വെച്ചു. അപ്പോൾ രണ്ടാമത്തെ 3 ഓരോന്നും ഓരോ ഭാഗത്തിൽ വരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 3 ഉണ്ടെങ്കിൽ ഒരെണ്ണം ഒരു ഭാഗത്തിൽ വരും, അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കിട്ടും. 2 3 ഉണ്ടെങ്കിൽ ഓരോ ഭാഗത്തിൽ ഓരോന്ന് വരുമ്പോൾ വീണ്ടും ഓരോന്ന് കിട്ടും, അപ്പോൾ 2 വീതം കിട്ടും. അപ്പോൾ 2 3 ഉണ്ടെങ്കിൽ 2 എണ്ണം കിട്ടുമെന്ന് മനസ്സിലായി. പിന്നെ അവർ നോക്കി ബാലൻസ് ഉണ്ടോയെന്ന്. അപ്പോൾ 2 3 കഴിഞ്ഞു. വീണ്ടും ബാലൻസ് ഉണ്ടോയെന്ന് നോക്കി. ബാലൻസ് കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും 3 എടുത്ത് ഓരോന്നും കൂടിയും വെച്ചു. അപ്പോൾ 3 3 കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ 3 പറഞ്ഞ ഒരു ഭാഗത്ത് വന്നു, രണ്ടാമത്തെ 3 പറഞ്ഞ വന്നു, മൂന്നാമത്തെ 3 പറഞ്ഞ വന്നു. അപ്പോൾ ഒരു ഭാഗത്തിൽ 3 എണ്ണം വന്നു. പിന്നെ ഉണ്ടോയെന്ന് നോക്കി, വീണ്ടും ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അതും എടുത്ത് വീണ്ടും അവരിങ്ങനെ വെച്ചു. അപ്പോൾ 4 3 എടുത്തു, കഴിഞ്ഞു. അപ്പോൾ ബാലൻസ് ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, 3 ഭാഗം വയ്ക്കുന്നതിൻ്റെ സൂത്രം എനിക്ക് മനസ്സിലായി. കാരണം 3 ആൾക്ക് ഈ ഭാഗം വയ്ക്കുമ്പോൾ 3 ഭാഗം വെച്ച് ഒരു ഭാഗം ഒരാൾക്ക് കിട്ടുകയെന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ആകെയുള്ളതിൻ്റെ 1/3 കിട്ടുകയെന്നറിയാം. പക്ഷേ 3 എങ്ങനെ കാണുമെന്ന് എനിക്ക് അത്ര നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് മനസ്സിലായത്. ഇപ്പം പെട്ടെന്ന് എനിക്ക് അതിൻ്റെ ഐഡിയ കിട്ടി. ഓരോ 3 ഓരോന്ന് കിട്ടുക. ആ 3 ഭാഗിക്കുമ്പോൾ ഒരു 3 ഉണ്ടെങ്കിൽ ഒരെണ്ണം കിട്ടും. അപ്പോൾ 2 3 ഉണ്ടെങ്കിൽ 2 എണ്ണം കിട്ടും. 3 3 ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ 4 3 ഉണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല എത്ര മാമ്പഴമായിരുന്നു അമ്മമ്മ കൊടുത്തതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി 4 വീതം 3 പേർക്ക് കൊടുത്തപ്പോൾ 12 എണ്ണം കൊടുത്തത്. ആ 12നെ 3 ഭാഗിച്ചപ്പോൾ 4 വന്നത്.
അപ്പോൾ 12-ൽ എത്ര മൂന്നുണ്ട്? 4 3. അപ്പോൾ ഒരു ഭാഗത്തിൽ എത്ര വരിക? ഒരു 4. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെന്ന്, 3-ൽ ഒരു ഭാഗം കാണാൻ 3 കൊണ്ട് ഹരിച്ചാൽ മതി. കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ. കാരണം എന്താ, ഒരു 3-ന് ഒരെണ്ണം വരും ഒരു ഭാഗത്ത്, 2 3 ഉണ്ടെങ്കിൽ 2 എണ്ണം ഒരു ഭാഗത്തിൽ വരും, 3 3 ഉണ്ടെങ്കിൽ 3 എണ്ണം വരും, 4 3 ഉള്ളത് കൊണ്ട് ഇവിടെ 4 വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അപ്പോൾ 4 പേരുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ എത്രയും കിട്ടുക ഒരാൾക്ക്? 12 മാമ്പഴമാണ് കൊടുത്തിട്ടുള്ളത് വിചാരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി എന്താണ്, ഓരോന്ന് കൊടുക്കണമെങ്കിൽ ഒരു 4 വേണം. അപ്പോൾ 2 4 ഉണ്ടെങ്കിൽ 2 എണ്ണം ഒരാൾക്ക് കിട്ടും, 3 4 ഉണ്ടെങ്കിൽ അപ്പോൾ 12-ന് 4 കൊണ്ട് ഹരിച്ച് വയ്ക്കുക, അതെന്ത് കിട്ടും? 12-ൽ എത്ര 4 ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെന്ന്, 3-ലൊരു ഭാഗം കാണാൻ 3 കൊണ്ട് ഹരിച്ച് വയ്ക്കിയാൽ മതി, 4-ലൊരു ഭാഗം കാണാൻ 4 കൊണ്ട് ഹരിച്ച് വയ്ക്കിയാൽ മതി, 5-ലൊരു ഭാഗം കാണാൻ 5 കൊണ്ട് ഹരിച്ച് വയ്ക്കിയാൽ മതി. അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. അപ്പോൾ നമുക്ക് ഇത് വളരെ പ്രയോജനപ്പെടും. എങ്ങനെയാണെന്നറിയോ, നമ്മൾ ശതമാനം കാണാൻ വിചാരിക്കുക, ഇപ്പോൾ 6% കാണാൻ വിചാരിക്കുക, നമ്മൾ പെരിക്കൊന്നും കണ്ട എന്ത് ചെയ്താൽ മതി, നമുക്ക് 100-ൽ ഒരു ഭാഗമാണ് 1% ഇറക്കാം, 1/100. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അതായത് 500-ൻ്റെ 100-ലൊരു ഭാഗം അഥവാ 1/100 ഭാഗം കാണാൻ എന്ത് ചെയ്താൽ മതി, 500-നെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 500-ൻ്റെ 100-ൽ ഒരു ഭാഗം അഥവാ 1% കിട്ടും. അപ്പോൾ 1% കിട്ടിയ 6% കാണാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ 6 ഇരട്ടിയല്ലേ. അപ്പോൾ 500-നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 5, അപ്പോൾ 1% 5, അപ്പോൾ 6% എത്രയാണ്? 6 5 30. ഇപ്പോൾ ബാങ്കിൽ പലിശ കണക്കാക്കാനായിട്ട് ഇത് വളരെ എളുപ്പമാണ്. കാരണം എന്താ, ഈ സത്ത് ഉപയോഗിച്ചാൽ മതി. 12% കാണാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം 100 കൊണ്ട് ഹരിച്ചാൽ 1% കിട്ടും. ഇപ്പോൾ ഒരു 5000 രൂപ ബാങ്കിലിട്ടു, 12% പലിശ എത്രയാണ് ഒരു വർഷത്തിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. 5000-ൽ എത്ര 100 ഉണ്ട്? അപ്പോൾ 50, അപ്പോൾ 1% 50, അപ്പോൾ 12% 12 600 റുപ്യയാണ് ഒരു വർഷം കൊടുക്കേണ്ടതെന്ന് കണക്കൂട്ടി പറയാം. ഇതാണ് ഇതിൻ്റെ മെച്ചം. അപ്പോൾ നേരത്തെ അന്ന് ഈ തട്ടാൻ്റെ ഒരു കണക്ക് പറഞ്ഞു. എന്തുകൊണ്ടാണ് കുട്ടികൾ കിട്ടാതിരുന്നത്? അവരതിൻ്റെ ഈ ഹരണത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയില്ലേ. ശരിക്കും എന്താണ് ഈ ഹരണത്തിൻ്റെ അർത്ഥം? അപ്പോൾ ആ കേസിൽ, തട്ടാൻ്റെ കേസിൽ എന്താ, 60 മണിയുടെ ഭാരമാണ് 30 ഗ്രാം. അത് 60 മണിക്ക് വേണ്ടി വന്ന മൊത്തം തൂക്കം എത്രയാണ്? 30 ഗ്രാം. അപ്പോൾ നമുക്കറിയാം 60 മണി എന്ന് പറഞ്ഞാൽ ഒരു മണിയുടെ 60 മടങ്ങാണ്. അപ്പോൾ ഒരു മണിയുടെ 60 മടങ്ങിൻ്റെ ഭാരമാണ് 30 ഗ്രാം. അപ്പോൾ 60 മടങ്ങിൻ്റെ ഭാരമാണ് എന്ത്? 30 ഗ്രാം. അപ്പോൾ 60-ലൊരു ഭാഗമായിരിക്കും ഒരു മണിയുടെ ഭാരം, നമുക്കറിയാമല്ലോ. ആ 30-ൻ്റെ 60-ലൊന്ന് കണ്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 30-നെ 60 കൊണ്ട് ഹരിക്കുക. അത് നമുക്കറിയാം. ഹരിക്കുമ്പോൾ എന്താണ്, ഭിന്നസംഖ്യാരൂപത്തിലാണ് ഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അരാന്ന് കിട്ടും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക, അവർക്ക് 1/2 ഗ്രാമാണ് ഒരു മണിക്ക് എന്നുള്ളത് അവർ കണ്ടുപിടിക്കാൻ പറ്റുന്ന പിടിക്കാൻ പറ്റാതിരുന്ന എന്തുകൊണ്ടാണ്? അവർ ഹരണത്തിൻ്റെ ആശയം ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ നിങ്ങളിത് ആശയം, അപ്പോൾ 2 ആശയമാണ് ശരിക്കും എന്തിനുള്ളത്, ഹരണത്തിനുള്ളത്. ഒന്നെന്താണ്, ഇപ്പോൾ 12-നെ 3 കൊണ്ട് ഹരിക്കുകയെന്ന് വെച്ചാൽ 12-ൽ എത്ര 3 ഉണ്ട് എന്നാണ് നോക്കുന്നത്. അതിനും 12-ൻ്റെ 3-ലൊരു ഭാഗം കാണാനും എന്ത് ചെയ്താൽ മതി, 12-നെ ഹരിച്ചാൽ മതി. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഉപയോഗം ഉണ്ടായിരിക്കും. മറ്റ് കണക്കുകൾ, ഹയർ സ്റ്റഡീസിന് വരുന്ന കണക്കുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ആശയങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടികൾ പഠിച്ചു വരുന്നത്, അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദുരന്തം. അപ്പോൾ ഇത് പറഞ്ഞു തരാനാണ് ഞാൻ ക്ലാസ് ഇന്നെടുത്തത്. ഇനി ഇത് നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ വീട്ടിലോ കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അവർക്ക് ഒരു പക്ഷേ പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് ഇത്ര നേരം ശ്രവിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.